ഹലോ, നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ രാത്രിയാണ് ട്രെയിനിൽ കയറിയത്. നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുവാണ് ട്രെയിനിലിരുന്ന്. ട്രെയിനിൽ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ടിക്കറ്റിലുണ്ടായിരുന്നു. ബ്രെഡും ഉപ്മാവ്, ഫ്രൂട്ടി, പിന്നെ ഒരു ചായ, അങ്ങനെയായിട്ട് കുഴപ്പമില്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു. ബ്രെഡും ബട്ടറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളപ്പോഴാണ് പരിചയപ്പെടുന്നത് രാവിലെ എല്ലാവരും. അങ്ങനെ രാത്രി ഇത്തിരി ലേറ്റായിട്ടല്ലേ കയറിയത്, അതുകൊണ്ട് ആരെയും കാണാനൊന്നും പറ്റിയില്ല. രാവിലെ പിന്നെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. പരസ്പരം നമ്മുടെ ടീമിനെയും നമ്മൾ ട്രിപ്പിനെ കുറിച്ചും ഒക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ എല്ലാവരും റീലെടുക്കാനും ഒക്കെ തുടങ്ങി. നമ്മളപ്പോൾ തന്നെ ട്രെയിനിൽ നിന്ന് തന്നെ എല്ലാ പരിപാടികളും ആരംഭിച്ചു. അടിപൊളിയായിരുന്നു. ഇവരൊക്കെ സൂപ്പർ ചേച്ചിമാരായിരുന്നു. റിട്ടയേർഡ് ആയിട്ടുള്ള ചേച്ചിമാരാണ് ഫുള്ള് മീൻസ് ഒരു 10-15ഓളം പേര് അങ്ങനെയാണ്. പക്ഷേ അവരായിരുന്നു ഏറ്റവും അടിപൊളിയായത്. ഇവരൊരു അമ്മ, മകൾ, അവരുടെ 2 മക്കൾ, അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു. നല്ല ഫാമിലി ആയിരുന്നു. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് ഡ്രോറിൻ്റെ അവിടെ നിൽക്കുമ്പോഴും ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് തുള്ളാൻ, അത്ര പോലും ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി എല്ലാവരും ബസ്സിൽ കയറാൻ വേണ്ടി പോയി. ബസ്സിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ യാത്രാക്ഷീണമൊക്കെ ആയിട്ട് എല്ലാവരും 1 മണിക്കൂറുണ്ട് റൂമിലെത്താൻ, ക്ഷീണിക്കുമെന്ന്. എവിടെ അവിടെ എത്തുമ്പോഴേക്കും 2 മിനിറ്റൊക്കെ ഇരുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങി നമ്മുടെ പുകിൽ. എല്ലാവരും ഭയങ്കര കളിയായിരുന്നു. നമ്മളൊക്കെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന പോലെയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവർ ഇത്ര അടിപൊളിയായിരിക്കുമെന്ന്. അങ്ങനെ ഫുൾ അവിടെ എത്തുന്നത് വരെ എല്ലാവരും പൊരിഞ്ഞ കളിയായിരുന്നു. എല്ലാവരും എല്ലാവരും ഒരേ ഒരു ഏജായി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി ഫ്രഷപ്പ് ആവാൻ വേണ്ടി വന്നതാണ്. റൂമൊക്കെ നല്ല റൂമായിരുന്നു കേട്ടോ, അടിപൊളി റൂമായിരുന്നു. പുതിയ ഹോട്ടലാണ് നമുക്ക് കിട്ടിയത്. നല്ല ബെഡും നല്ല ബാത്റൂമും ഒക്കെ ആയിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളുമായിരുന്നു. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചെയ്തത്. ഫുഡ് ബിരിയാണി, ചിക്കൻ, സാലഡ്, പപ്പടം, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ അഗോഡ ഫോർട്ടിലാണ് ആദ്യമായിട്ട് പോയത്. അഗോഡ ഫോർട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഷോപ്പിംഗ് ക്യാപ്പൊക്കെ മേടിച്ചു, കുറേ പേരൊക്കെ. പിന്നെ നമ്മൾ നേരെ അഗോഡ ഫോർട്ടിൽ പോയി. ഒരു കുട്ടി വ്ളോഗറെ കണ്ടോ, നമ്മുടെ കൂട്ടത്തിലുള്ള അമ്മയാണിത്. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാണ് എന്നെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ കുഞ്ഞൊരു 2 വയസ്സായ മോളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പിൽ. പിന്നെ ഈ ചേച്ചിമാരെ കണ്ടോ, സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരെയും എന്തൊരു ആക്റ്റീവാണ്, എന്തൊരു എനർജിയാണ് നോക്കിക്കേ. ഇങ്ങനെയാണ് വേണം നമ്മൾ എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ ഏജ് ആകുമ്പോഴേക്കും എന്താവും ദൈവത്തിനറിയാം. അപ്പോൾ നമ്മളിങ്ങനെ പോയി, അഗോഡയിലും പോയി കുറേ വീഡിയോസും റീൽസൊക്കെ എടുത്തു. പിന്നെ അതുപോലെ അഗോഡയുടെ ഡീറ്റെയിൽസും ഹിസ്റ്ററിയൊക്കെ കുറേയൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാവരും അവിടെ നിന്നും അതേ കുറേ മെമ്മറീസൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആക്ച്വലി പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ അഗോഡ ഫോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ സ്വിംഗറിങ് ബീച്ചിലേക്കാണ്. അവിടെയും നമുക്ക് തന്നെയായിരുന്നു പരിപാടി. റീലെടുക്കലും വീഡിയോ എടുക്കലും ഡാൻസ് പ്രാക്ടീസും ഒക്കെ ആയിരുന്നു. ഇവരൊരു 12 പേരുടെ ടീമായിരുന്നു ഈ ചേച്ചിമാർ. ഇവർ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സാണ്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകും. അങ്ങനെ നമ്മൾ കാശ്മീരിൽ ലേഡീസ് ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് ഇതിലൊരാളെ. അവർ വേറെ ട്രിപ്പ് വന്നതാണ്. അങ്ങനെ നമ്മുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഇപ്രാവശ്യം ഗോവയ്ക്ക് ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. എന്തായാലും അവർ സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ ബാഗ ബീച്ചിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെയാണ് ബാഗ ബീച്ചിലേക്ക് പോയത്. ബാഗ ബീച്ചിലെത്തുമ്പോഴാണ് ഗോവയുടെ ആ വൈബ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഫുൾ ഓണായിരുന്നു ഗോവ. അങ്ങനെ നമ്മളവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും. പിന്നെ നമ്മൾ DJ ഇവിടെയാണെന്ന് നമുക്ക് DJ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ടൊരു മേളമായിരുന്നു. 1 മണിക്കൂർ നിർത്താതെ എല്ലാവരും അങ്ങ് ആർമദിച്ചു എന്നുള്ളതാണ്. എന്താ പറയണ്ടേ, ഇതുകൊണ്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ക്ഷീണിക്കുന്നതിന് പകരം എല്ലാവർക്കും ഒരു എനർജി കിട്ടുകയാണ് ചെയ്തത്. കാരണം അവരത്രയും നമ്മുടെ ഉള്ളിലുള്ള കുറേ കാലമായിട്ട് അടക്കി വെച്ചിരുന്നതെല്ലാം പുറത്ത് വന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ഇവരായിരുന്നു നമ്മളെക്കാളൊക്കെ അടിപൊളിയായിട്ട് അത്രയും നേരം നിന്നത്. നമ്മളൊക്കെ ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും ക്ഷീണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ DJ കഴിയുന്നത് വരെ 1 അവർ കംപ്ലീറ്റ് ഡാൻസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മളതും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഭയങ്കര
രസം നോക്കിക്കേ ഗോവ രാത്രി കാണാനായിട്ട്. അങ്ങനെ നമ്മൾ രാവിലെ പിന്നെയും ഫ്രഷായി നമ്മൾ ബസ്സിൽ കയറി. അപ്പോഴേക്കും റീലെടുപ്പൊക്കെ തുടങ്ങി, ഡാൻസ് കളിയും പാട്ടും ഒക്കെ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ എനർജറ്റിക്കായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, ആവേശമാണ് കോർഡിനേറ്റേഴ്സിന്. അങ്ങനെ അവരുടെ കൂടെ നമ്മളും അങ്ങ് നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചപ്പോറ ഫോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. അമ്മക്കുട്ടി അപ്പോഴേക്കും വ്ളോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചപ്പോറ ഫോർട്ട് ഫുള്ള് നമ്മൾ കണ്ടു. അവിടെ ഇതുപോലെ കാര്യങ്ങളും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. നമ്മളതും കഴിഞ്ഞ് നേരെ തിരിച്ചു പോകുമ്പോൾ കുറച്ച് കരിക്കും അതുപോലെ മാങ്ങ ഉപ്പിലിട്ടതും ഒക്കെ കഴിച്ച് അങ്ങനെ വാഗാറ്റോർ ബീച്ചിലാണ് അടുത്ത മേളം അവിടെയാണ്. ബീച്ചിലെത്തി, ഗോവയിലെത്തിയാൽ പിന്നെ വെള്ളത്തിൽ കളിക്കണമല്ലോ. അപ്പം ഇന്ന് ഫുൾ ബാക്കി ടൈം വെള്ളത്തിലാണ് എല്ലാവരും. അങ്ങനെ കുറേ കളിച്ചു. പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് എന്താ പറയുക, അവർക്കൊക്കെ വെള്ളമാണല്ലോ മെയിൻ കുട്ടികൾക്ക്. നമ്മുടെ ട്വിൻസ് പോലെയാണ് ഇവർ കേട്ടോ. അങ്ങനെ ഇവർ കുറച്ച് പേര് വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. ബോട്ടിങ്ങിനൊക്കെ പോയി ചേച്ചിമാർ. അതുപോലെ നമ്മുടെ ശ്രീദേവി ചേച്ചി ജെറ്റ് സ്കി ചെയ്തു. ശ്രീദേവി ചേച്ചി മാത്രമാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ പേടിയായിരുന്നു ചെയ്യാൻ. പക്ഷേ പുള്ളിക്കാരി ഒരു പേടിയില്ല, ഭയങ്കര ആക്റ്റീവായിട്ട് അതിനകത്ത് കയറി അടിപൊളിയായിട്ട് ആൾ തിരിച്ചു വരികയാണ് ചെയ്തത്. നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാൻ റൂമിൽ പോയപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുറച്ച് പേര്. ബാക്കി എല്ലാവരും റെസ്റ്റ് എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് റെസ്റ്റൊന്നും ഇല്ല. ഞങ്ങൾ പിന്നെയും കളിക്കാൻ വേണ്ടി ഇറങ്ങി, റീൽസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ ഒരു മണിക്കൂറോളം അതിനകത്ത് കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷായി നേരെ നമ്മുടെ ക്രൂയിസിലേക്കാണ് അടുത്തത് പോകുന്നത്. ക്രൂയിസിൽ കയറാൻ വേണ്ടി നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫ്രഷായി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സൂപ്പറായിട്ട് സുന്ദരികളായിട്ടായിരുന്നു ക്രൂയിസിലേക്ക് പോയിരുന്നത്. നിറയെ ക്രൂയിസ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പ് ക്രൂയിസുണ്ട്. 5 സ്റ്റാർ, 4 സ്റ്റാർ, അതുപോലെ നല്ല വലുപ്പമുള്ളതും ഡിന്നർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും, അങ്ങനെ പല ടൈപ്പ് ക്രൂയിസാണുള്ളത്. നമ്മൾ ഡിന്നറില്ല, നമുക്ക് DJ നൈറ്റ് ക്രൂയിസ് വിത്ത് DJ മാത്രമായിരുന്നു നമ്മുടെ പാക്കേജിലുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു അതിനകത്ത്. കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രോഗ്രാംസൊക്കെ തുടങ്ങുന്നത്. നമ്മുടെ കോറൽ ക്വീൻ എന്നാണ് ക്രൂയിസിൻ്റെ പേര്. അങ്ങനെ അവളിങ്ങനെ വ്ളോഗ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ക്രൂയിസിനകത്ത്. നമ്മൾ കുറച്ച് പേരൊക്കെ മുകളിലിരിക്കുമായിരുന്നു. പിന്നെ താഴെ കുറച്ച് പേര് താഴേക്കും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുകൂടി ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും എണീച്ചു. എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ പതുക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അവർ അങ്ങ് തുടങ്ങി ആങ്കറിങ് തുടങ്ങി ക്രൂയിസിൽ. അവർ ഡാൻസ് നമ്മളങ്ങ് എന്താ പറയുക, നമ്മളങ്ങ് ഉണർത്തി. ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ ഡാൻസൊക്കെ ചെയ്യിപ്പിച്ചു, ഒരു വാമപ്പ് പോലെ. പിന്നെ അവർ ഓരോരുത്തരെയും കപ്പിൾ ഡാൻസും ലേഡീസ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു. മറ്റുള്ളവരൊക്കെ കൂടുതലും നമ്മളായിരുന്നു, ചിറകിൻ്റെ ടീമായിരുന്നു ആക്റ്റീവായിട്ട് നിന്നിരുന്നത്. ഇത് കണ്ടു ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു എല്ലാവരും. പിന്നെ ലേഡീസിനെ മാത്രമായിട്ട് വിളിച്ചു ഡാൻസിന്. നമ്മുടെ ചിറകിൻ്റെ ടീം മാത്രമാണ് ഇറങ്ങിയത്. അതിന് ഒരു 2 പേരെങ്ങാണ്ട് പുറത്തുനിന്നുള്ളവരുണ്ടായിരുന്നു. അതും നമ്മുടെ ചേച്ചിമാരായിരുന്നു. ഓരോ നിമിഷവും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും, കാരണം കാണാൻ വേറെ ആളുകളിരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു കുഴപ്പമില്ല. അവരങ്ങ് എന്താ പറയുക, അവരങ്ങ് ജീവിക്കുകയായിരുന്നു അവിടെ. അവരുടെ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ പോയി എന്നും അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സന്തോഷമുണ്ട്. അവരെത്ര ഹാപ്പി ആക്കാൻ ഞങ്ങൾക്കും പറ്റി. അതിന് അവരുടെ സപ്പോർട്ടും വളരെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം റൂമിലെത്തി കഴിഞ്ഞ് പിറ്റേ ദിവസം ഫ്രഷപ്പായി ചെക്കൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുവാണ്. 2 നൈറ്റ്സ് അവിടെ സ്റ്റേ ചെയ്തതല്ലേ. അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ
ബുഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ന്യൂഡിൽസും പാസ്തയും ഇഡ്ഡലി പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചർച്ചിൽ ബസിലിക്ക ഓഫ് ബോം ജീസസ്, നമ്മുടെ മെയിൻ ചർച്ച് ഇൻ ഗോവ, അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വൈറ്റ് ചർച്ച് ഉണ്ട് അതിന് ഓപ്പോസിറ്റ്, അവിടെയും പോയി എല്ലാം കണ്ടു. നമ്മളിങ്ങനെ തിരിച്ച് നേരെ ഷോപ്പിംഗ് ആണ് അടുത്തത്. അവിടെ തന്നെ ചർച്ചിൻ്റെ അടുത്ത് തന്നെ മറ്റേ അവരുടെ ഒരു ഫങ്ഷൻ, അവരുടെ ഒരു പെരുന്നാളോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഷോപ്പിംഗ് നിറയെ ഉണ്ടായിരുന്നു അവിടെ. ഷോപ്പിങ്ങൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഗോവൻ താലി ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതാണ് കൊടുത്തത് ഉച്ചയ്ക്ക്. ഒരു ആവറേജ് ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് കോൾവ ബീച്ചിലേക്കാണ് എത്തിയത്. അവിടെ എത്തിയിട്ടാണ് നമ്മളിത് ഇവരുടെയൊക്കെ റിവ്യൂസ് ഒക്കെ എടുത്തത്. ചിറകിന് ഇഷ്ടപ്പെട്ടോ? എന്താണ് ചിറക്? ചേച്ചിനെ ചേട്ടനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഞങ്ങളുടെ കൂടെ വരുവോ? ഓക്കെ, സെറ്റ് അടിക്ക്. ഞങ്ങളെ കൊണ്ടുവന്ന പിള്ളേരും അടിപൊളി പിള്ളേരായിരുന്നു. ഞങ്ങൾ ഇനിയും വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവരുടെ കൂടെ. സൂപ്പറായിരുന്നു. ചിറകിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ട്രിപ്പ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വെരി സേഫ് ആയിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തു. ഗൈഡും എല്ലാം സൂപ്പറായിരുന്നു. വന്നിരിക്കുകയാണ്, പല ബീച്ചുകൾ കണ്ടു. അങ്ങനെ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു പ്രത്യേക രസം. എൻ്റെ പേര് റീത്ത. ഞങ്ങളൊരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഈ ചിറകിനെ പറ്റി അറിഞ്ഞത്. കുറഞ്ഞ നിരക്കിൽ നല്ലൊരു ടൂറായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയും ഞങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇനിയും ഞങ്ങൾ ടൂറിന് പോകാൻ തയ്യാറായിട്ടിരിക്കുന്നു. അടുത്തത് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് ചിറകിൻ്റെ കൂടെ. ഗോവയിലപ്പം നിൽക്കുന്നത്. അപ്പോൾ ചിറക് എന്ന് പറയുന്ന ടീമിൻ്റെ കൂടെ ഞങ്ങൾ ഗോവയ്ക്ക് നിൽക്കുന്നത്. ഈ ടീം പറഞ്ഞ പൊളിയാണ്. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കണം. പിന്നെ നമ്മൾ കുറച്ച് പേര് ബോട്ടിങ്ങിന് പോയി. ഞാനുണ്ടായിരുന്നു അവരുടെ കൂടെ. മറ്റേ സ്പീഡ് ബോട്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. കാരണം നല്ല വേവ്സൊക്കെ ഉള്ളതുകൊണ്ട് ബോട്ട് നന്നായിട്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിക്കുന്നുമുണ്ട്, പക്ഷെ അത് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ല സൂപ്പറായിരുന്നു ഈ ബീച്ച്. കടലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു അതിൻ്റെ സീനറിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ കുറച്ച് ദൂരം പോയി. ഒരു 200-250 മീറ്ററാണ് ഉള്ളിലേക്ക് പോയത്. കണ്ടോ, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. പിന്നെ നമ്മളിതാ തിരിച്ചു പോവാണ്. ട്രെയിനിൽ കയറി. ട്രെയിനിലിരുന്നിട്ടും ഞങ്ങൾ വിട്ടില്ല. ആ ലാസ്റ്റ് കുറച്ച് സമയവും ഞങ്ങൾ വെറുതെ കളഞ്ഞിട്ടില്ല. ആ ടൈമിൽ ഞങ്ങളിത് അന്താക്ഷരിയൊക്കെ കളിച്ച്, ഇവരൊക്കെ ആദ്യമായിട്ട് അന്താക്ഷരി കളിക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് റൂൾസൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാവരും ജയിക്കുകയും ചെയ്തു കേട്ടോ. ഭയങ്കര ആക്ടിങ് ആണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ഗോവ ട്രിപ്പിന് ഇതാ ഇവിടെ അന്ത്യം കുറിക്കുകയാണ്. ഫുൾ നല്ല മെമ്മറീസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പുലർച്ചെ ഓരോരുത്തർ ഓരോ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി തുടങ്ങി. എല്ലാവരും ഇതാ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ പിരിയുകയാണ് സുഹൃത്തുക്കളെ. താങ്ക് യു.